Hi guys, welcome to Jane's OET Hub. Hope you all are fine and safe. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ OET സ്പീക്കിങ്ങിൻ്റെ ഒരു ചെറിയ ടോപ്പിക്ക് നോക്കാൻ വേണ്ടി പോവാണ്. ചെറിയ ടോപ്പിക് ആണെങ്കിലും അതിന് അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ഉള്ളത് കൊണ്ടാണ് ഞാനതൊരു ടോപ്പിക്കായിട്ട് ഇന്നിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത്, അതെന്തിനെ കുറിച്ചാണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ അതിൽ നമ്മളൊരു ടാസ്കിലോട്ട് കൂടുതൽ പോകുന്നില്ല, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ മാത്രം ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനെ വെച്ച് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്പീക്കിംഗ് പ്ലാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബിഗിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പലരും ഇത് ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് വരുത്തുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരാമെന്ന് ഓർത്തത്. സോ അറിയാത്തവരുണ്ടെങ്കിൽ എങ്കിലും ഈ ഒരു മിസ്റ്റേക്ക് ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ റോൾ പ്ലേ ബിഗിൻ ചെയ്യേണ്ടത് എന്ന്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സിനാരിയോ ഒന്ന് നോക്കാം, റോൾ പ്ലേ കാർഡ് ഒന്ന് നോക്കാം. അതിനകത്ത് സെറ്റിംഗ് ഹോസ്പിറ്റൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, നമ്മളത് പിക്ചറൈസ് ചെയ്തു. ആൻഡ് വാട്ട് ഈസ് ഗോയിങ് ഓൺ ദെയർ, എന്താണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതിന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ നേഴ്സ് എന്നതിന് നേരെ എഴുതുന്ന ഇൻഫർമേഷൻ, അതായത് സിനാരിയോയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് കാണിക്കുന്നതാണ് ആ information എന്ന് പറയുന്നത്. A 49-year-old patient come to the emergency department with a burn on his foot caused by dropping an iron on it while ironing this morning. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഷ്യൻറ്റിനെ ഒന്ന് പിക്ചറൈസ് ചെയ്യുക, അല്ലെങ്കിൽ സിറ്റുവേഷനെ ഒന്ന് പിക്ചറൈസ് ചെയ്യുക. അപ്പോൾ ഒരു ലൈക്ക് മിഡിൽ ഏജ്ഡ് പേഴ്സൺ ആണ്. ആൻഡ് ആ പേഷ്യൻ്റ് വന്നേക്കുന്നത് അയാളുടെ കാലയിൽ ഒരു ബേൺ സംഭവിച്ചിട്ടാണ് വന്നേക്കുന്നത്. അതെങ്ങനെയാണ് സംഭവിച്ചേ, അയാൾ രാവിലെ അയൺ ചെയ്യുമ്പോൾ അയൺ ബോക്സ് അയാളുടെ കയ്യിൽ നിന്ന് താഴെ പോയി, അങ്ങനെയാണ് ആ ഒരു ബേൺ സംഭവിച്ചേക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പിക്ചറൈസ് ചെയ്തു. ഓൾറൈറ്റ്, ഇതെല്ലാം ഞാൻ ഇന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്ന ടാസ്ക് അടുത്ത ലൈനിലാണ്. അതായത് യു ഹാവ് ജസ്റ്റ് എക്സാമിൻ ദ ഫുഡ്. ഓൾറൈറ്റ്, ഇത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എംഫസൈസ് ചെയ്ത് വായിച്ചത്. യു ഹാവ് ജസ്റ്റ് എക്സാമിൻ ദ ഫുഡ് വൈൽ അസസിങ് ദ പേഷ്യൻറ്റ് ഇൻ ട്രയാജ് ബിഫോർ ഹി സീസ് എ ഡോക്ടർ. സോ നമ്മുടെ റുട്ടീൻ, ഈവൻ റിയൽ ലൈഫിൽ നിങ്ങൾക്കറിയാം, ട്രയാജ് നഴ്സ് വിൽ വെരിഫൈ ദ പേഷ്യൻറ്റ് അല്ലെങ്കിൽ വിൽ സീ ദ പേഷ്യൻറ്റ് ഫസ്റ്റ്, എന്നിട്ട് അക്കോർഡിംഗ് ടു ഹെർ അസസ്മെന്റ് ആണ് നമ്മൾ പിന്നീട് അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളിലോട്ട് കടക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. ട്രയാജ് നഴ്സ് പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്തു. ദ വേർഡ് അല്ല, ദ ഫ്രേസ് ഹാവ് ജസ്റ്റ് എക്സാമിൻഡ്, ഇവിടെയാണ് ഞാൻ ഇന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഹാവ് ജസ്റ്റ് എക്സാമിൻഡ് എന്ന് പറയുന്നുണ്ട്, അതായത് നിങ്ങൾ ഓൾറെഡി എക്സാമിൻ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് യു കൺഫേം ഇറ്റ് ഈസ് എ സൂപ്പർഫിഷ്യൽ ഡെർമൽ ബേൺ. അപ്പോൾ നിങ്ങൾ ഒരു പേഷ്യൻ്റ് നിങ്ങളുടെ അടുത്തോട്ട് വന്നു ആൻഡ് ഒരു ബേൺ ആയിട്ടാണ് വന്നേക്കുന്നത്. ആസ് എ ട്രയാജ് നഴ്സ് നിങ്ങൾ ഓൾറെഡി എക്സാമിൻ ചെയ്തു, ആ ബേൺ ഏരിയ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞു. ഓൾറൈറ്റ്, എന്നിട്ട് പിന്നെ നിങ്ങൾ കൺഫേമും ചെയ്യുന്നു അതൊരു സൂപ്പർഫിഷ്യൽ ബേൺ ആണെന്നുള്ളത്. സോ ദ സിനാരിയോ ഈസ് വെരി ക്ലിയർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ പിക്ചറൈസ് ചെയ്തു വെച്ചു. സോ എങ്ങനെ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കോൺവെർസേഷൻ ഇൻ ദ സെൻസ് നമ്മുടെ സ്പീക്കിംഗ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. എങ്ങനെ നിങ്ങൾക്കിത് ബിഗിൻ ചെയ്യാം, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എങ്ങനെ ബിഗിൻ ചെയ്യാന്ന് വെച്ചാൽ, സാധാരണ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, തുടങ്ങുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് യു ഹാവ് ജസ്റ്റ് എക്സാമിൻഡ്. ഇങ്ങനെയുള്ള പല ടേംസ് പല റോൾ പ്ലേ കാർഡ്സിൽ നിങ്ങൾക്ക് കാണാം. യു ഹാവ് ജസ്റ്റ് എക്സാമിൻഡ്, യു ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ്, യു ഹാവ് ജസ്റ്റ് അസസ്ഡ്. ഇങ്ങനെയുള്ള ടേം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അണ്ടർലൈൻ ചെയ്ത് വെക്കണം. നിങ്ങളുടെ 3 minutes പ്രിപ്പറേഷൻ ടൈമിലുണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം. എന്നിട്ട് ഇതിന് യാതൊരു തടസ്സവും ഇല്ലാതെ നമ്മൾ അപ്പം തന്നെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ നമുക്ക് പ്ലാൻ ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ഇൻ ദ സെൻസ് എങ്ങനെ നമ്മൾ കോൺവെർസേഷൻ ബിഗിൻ ചെയ്യണം എന്നുള്ളത് ഈ ഒരു ഫ്രേസ് കണ്ട ഉടനെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് തുടങ്ങുക? ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ പറയുവാണെങ്കിൽ,
ഈ പ്രിപ്പറേഷൻ ടൈമിൽ, അതായത് നിങ്ങൾ ഈ യു ഹാവ് ജസ്റ്റ് എക്സാമിൻഡ് എന്ന് കാണുന്ന മൊമെൻറ്റിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇൻ്റർലൊക്യൂട്ടറിനോട് പേര് ചോദിച്ചു വെക്കുക. അതായത് പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ പേര് ചോദിച്ചു വെക്കുക. പേര് ചോദിച്ച ഉടനെ ആ പേര് കിട്ടുമ്പോഴത്തേന് എഴുതി വെക്കുക. എഴുതി വെക്കുന്നത് എന്തിനാ? അല്ലെങ്കിൽ നമ്മൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മറന്നുപോകും. പേരവിടെ എഴുതി വെച്ചു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാർട്ടിൻ എന്നാണ് പേഷ്യൻറ്റിൻ്റെ പേരെങ്കിൽ നമ്മൾ കോൺവെർസേഷൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വെൽ മാർട്ടിൻ, ഓക്കെ, താങ്ക് യു ഫോർ ലെറ്റിംഗ് മീ എക്സാമിൻ യുവർ ഫുഡ്. ഓക്കെ, വേറെ ഗുഡ് മോർണിംഗ് ഇല്ല, ഗുഡ് ആഫ്റ്റർനൂൺ, അങ്ങനെയുള്ള ഗ്രീറ്റിംഗ്സ് ഒന്നുമില്ല. നിങ്ങളുടെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പേഷ്യൻറ്റിൻ്റെ പേര് നമ്മൾ പ്രിപ്പറേഷൻ ടൈമിൽ ചോദിച്ചു വെച്ചു. സോ എന്തുകൊണ്ടാണ് ഇൻട്രൊഡക്ഷൻ വേണ്ട എന്ന് പറയുന്നത്? ബിക്കോസ് ആ പാർട്ട് കഴിഞ്ഞിട്ട്, അതായത് എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള കോൺവെർസേഷനാണ് അവർ നിങ്ങളോട് ചെയ്യാൻ വേണ്ടി പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ എക്സാമിന് ശേഷമുള്ള കോൺവെർസേഷനിൽ വീണ്ടും നമുക്ക് ഗുഡ് മോർണിംഗ് പറയേണ്ട ആവശ്യമില്ല. സോ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ എക്സാമിനേഷൻ തുടങ്ങുക. അപ്പോൾ അതാണ് അതിന് ശേഷമുള്ള ടാസ്ക്കാണ് നിങ്ങളോട് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു ടാസ്ക് റോൾ പ്ലേ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ബിഗിൻ ചെയ്യും എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വെൽ മിസ്റ്റർ മാർട്ടിൻ, താങ്ക് യു ഫോർ ലെറ്റിംഗ് മീ. ഇനി ഈ ലെറ്റിംഗ് മീ എന്നുള്ള വേർഡ് നിങ്ങൾക്ക് ടൈറ്റാണ്, മീൻസ് ഇച്ചിരി ഡിഫിക്കൽട്ട് ആണെങ്കിൽ താങ്ക് യു ഫോർ അലൗവിങ് മീ ടു എക്സാമിൻ യുവർ ഫുഡ്, അല്ലെങ്കിൽ താങ്ക് യു ഫോർ അലൗവിങ് മീ ടു കംപ്ലീറ്റ് യുവർ ക്ലിനിക്കൽ ഒബ്സർവേഷൻസ്. മനസ്സിലാവുന്നുണ്ടോ? അത് ഏത് സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ വേർഡ് മാച്ച് ചെയ്തോണം. ഇപ്പോൾ ഒരു പ്രീ ഓപ്പറേറ്റീവ് യു ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് ദ പ്രീ ഓപ്പറേറ്റീവ് അസസ്മെന്റ്, അങ്ങനെ വരാറുണ്ട്. അപ്പം എന്ത് ചെയ്യും? താങ്ക് യു ഫോർ അലവിങ് മീ ടു കംപ്ലീറ്റ് യുവർ പ്രീ ഓപ്പറേറ്റീവ് അസസ്മെന്റ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താണോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ ഫ്രേസ് മാറ്റിക്കൊള്ളുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെൽ മിസ്റ്റർ മാർട്ടിൻ, അതായത് ആ ഒരു പേര് എന്താണോ പേര് വിളിച്ച് തുടങ്ങുക. താങ്ക് യു ഫോർ ലെറ്റിംഗ് മീ അല്ലെങ്കിൽ താങ്ക് യു ഫോർ അലവിങ് മീ, ഏതെങ്കിലും 2 ഫ്രേസ് വെച്ച് നിങ്ങൾക്ക് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ടാസ്കിൽ എന്താണോ സ്പെസിഫൈ ചെയ്തേക്കുന്നത്, 1, 2, 3 ബുള്ളറ്റ് പോയിന്റ്സ് ഉണ്ടാവുമല്ലോ, ആ ടാസ്കിൽ എന്താണോ പറഞ്ഞേക്കുന്നത് അതിനെ അങ്ങനെ തന്നെ ഫോളോ ചെയ്തേക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതിനകത്ത് കൊടുത്തേക്കുന്ന കൺഫേം, ഫസ്റ്റ് ടാസ്ക് ഇതാണെന്ന് വിചാരിക്കുക. അതായത് കൺഫേം ഇറ്റ്സ് എ സൂപ്പർഫിഷ്യൽ ഡെർമൽ ബേൺ എന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെ പറയും? വെൽ മാർട്ടിൻ, താങ്ക് യു ഫോർ letting me examine your food. Based on my examination, it is just a superficial dermal burn. മനസ്സിലാവുന്നുണ്ടോ? ആ രീതിയിൽ നമ്മൾ പിന്നെ അടുത്ത ടാസ്ക് എന്താണോ അതിനെ അങ്ങോട്ട് ഫോളോ ചെയ്തേക്കുക. 3 സിമ്പിളാണ്. യാതൊരു വിധത്തിലുള്ള ഇൻട്രൊഡക്ഷൻ, അതായത് ഗ്രീറ്റിങ്ങിൻ്റെയോ ഇൻട്രൊഡക്ഷൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടയോ ആവശ്യം ഈ പർട്ടിക്കുലർ സ്പീക്കിംഗ് ടാസ്കിൽ ഇല്ല. ഇങ്ങനെ വരുന്ന റോൾ പ്ലേ കാർഡ്സ് പിന്നെ ഈ ഒരു രീതിയിൽ മിസ്സാവാതിരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണ്ടർലൈൻ, ഇങ്ങനെ ഒരു ഫ്രേസ് കാണുമ്പോൾ തന്നെ അതങ്ങ് അണ്ടർലൈൻ ചെയ്തേക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് അത് നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ പറയുമ്പോൾ എപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കുക, നന്നായിട്ട് ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ. അപ്പോൾ പ്രിപ്പയർഡ് ആയിക്കഴിഞ്ഞാൽ വി ക്യാൻ പെർഫോം വെരി വെൽ, പെർഫോം കോൺഫിഡൻ്റ്ലി. അപ്പോൾ തന്നെ നമ്മുടെ മാർക്ക് കൂടും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൺലൈനായിട്ട് OET CBT പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്പീരിയൻസ്ഡ് ട്രെയിനേഴ്സാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ഉണ്ട്. ബിഗിനേഴ്സിന് 100 hours സൂം ക്ലാസ്സസ് ഉണ്ട്. 100 hours സൂം ക്ലാസ് എന്ന് പറയുമ്പോൾ വളരെ ബേസിക് തൊട്ട് തുടങ്ങുന്ന ക്ലാസ്സസ് ആയിരിക്കും. പിന്നെ ഇൻഡിവിജ്വൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈമിനനുസരിച്ച് എല്ലാ മൊഡ്യൂൾസിലും ക്ലാസ്സസ് എടുത്തു തരും. പിന്നെ എക്സാം ടേക്കേഴ്സിന് ഇൻറ്റൻസീവ് എക്സാം ഫോക്കസ്ഡ് ക്രാഷ് കോഴ്സ് ഉണ്ട്. അതെല്ലാം ഇൻഡിവിജ്വൽ ക്ലാസ്സസ് തന്നെയാണ്. അപ്പോൾ ഇതിലേത് ക്ലാസ്സിന് വേണമെങ്കിലും നിങ്ങൾക്ക് പിന്നെ ജോയിൻ ചെയ്യാം. ആ സ്ലൈഡിൽ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിന് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവരുണ്ട്, അവർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട്.